ഇവിടെ അതിദാരിദ്ര്യം ഇല്ലാതായി എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഫാക്ച്വലായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യം. രണ്ട് പൊസിഷനാണല്ലോ കാണുന്നത്. അതായത് പ്ലാനിംഗ് ബോർഡ് ഒഫീഷ്യലായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന രേഖ അനുസരിച്ച് ഏതാണ്ട് ഞാൻ പറഞ്ഞല്ലോ 5.92 ലക്ഷം കുടുംബങ്ങൾ ഈ ഇവർ പറയുന്ന പിന്നീട് അന്ത്യോദയ അന്നയോജന വരുന്നു. അന്നയോജന ഡിഫൈൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞാൽ പൂറസ്റ്റ് പൂറാണ്. അപ്പോൾ അതങ്ങനെ നിൽക്കുന്നു. അവരതിലൊരു മാറ്റം വരുത്തിയിട്ടില്ലല്ലോ, ആ കണക്കിൽ മാറ്റം വരുത്തിയിട്ടില്ലല്ലോ. അവർ വർഷം തോറും ഇത് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓരോ തരത്തിൽ മാറ്റം. അപ്പോൾ നമ്മൾ ഈ കണക്കെടുത്താൽ, ഈ സർക്കാരിൻ്റെ ഈ കണക്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ എത്രത്തോളം പേര് ഈ പൂറസ്റ്റ് ഓഫ് പൂറുണ്ട്, ഇത്രയുണ്ട്. അതാ ഞാൻ പറഞ്ഞു 5.92 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഒരു റേഷൻ കാർഡിൽ 4 ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാണ്ട് 23-24 ലക്ഷം പേരോളം നമ്മൾ ഈ ഡെഫിനിഷൻ വെച്ചാൽ നമ്മുടെ നാട്ടിലുണ്ട്. അത് നമ്മൾ അംഗീകരിക്കണം. ശ്രീ ബി പ്രകാശ്, ഇപ്പോൾ അതിദരിദ്രരെ നിർവചിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ഇത്തരം ഒരു മാനദണ്ഡം നിൽക്കുമ്പോൾ സംസ്ഥാനത്തിന് മാത്രമായ മറ്റൊരു മാനദണ്ഡം സ്വീകരിക്കാൻ കഴിയുമോ? അല്ലല്ല, സംസ്ഥാനത്തിൻ്റെ താല്പര്യം അനുസരിച്ച് ഇതിലുള്ള അങ്ങേറ്റം ഇപ്പോൾ ഈ കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ കിടപ്പ് രോഗികളാണ്, അല്ലെങ്കിൽ ഒരു തരത്തിൽ എണീറ്റ് നടക്കാൻ കഴിയാത്ത ആളുകളാണ്, അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളെ പറ്റി അവരൊരു കണക്കെടുത്തിട്ട് അതങ്ങോട്ട് മാറി. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഈ അതിദാരിദ്ര്യം ഇല്ല എന്ന് നമുക്ക് പറയുന്നതിനോടാണ് നമുക്ക് ഒരു വിയോജിപ്പുള്ളത്. അതായത് ഇത്രയും ആളുകളിൽ ഞാനീ പറഞ്ഞ ഏതാണ്ട് 24 ലക്ഷം പേരെ നമ്മളിപ്പോൾ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് നമ്മൾ അതിദാരിദ്ര്യം ഒന്ന് ഡിഫൈൻ ചെയ്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. അത് ഇന്നും ഇന്നലെ അല്ല, ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു ഇവിടെ ആ പടം ഇപ്പോൾ 64,000 പേരാണ് അതിദാരിദ്ര്യം എന്നൊക്കെ പറയുന്നതിൽ എന്താ അർത്ഥം? അത് ഈ കാറ്റഗറിയിലുള്ള ഒരു എക്സ്ട്രീം കാറ്റഗറി കുറേ ആളുകൾ, അവർക്ക് കുറേ സഹായം കൊടുക്കട്ടെ, അവർ നന്നാക്കട്ടെ, അതിനൊന്നും ഒരു തടസ്സമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഇവിടെ അതിദാരിദ്ര്യം ഇല്ലാതായി എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഫാക്ച്വലായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയാത്ത ഒരു കാര്യം. ഒറ്റ കാര്യം കൂടി ഞാൻ കൂടി ചോദിച്ചു. ഇപ്പം നമ്മൾ നേരത്തെ നീതി ആയോഗിൻ്റെ കണക്കും അവരുടെ പട്ടികയും ഒക്കെയാണ് ആധികാരികമായി എടുത്തത്. 2021 കണക്കനുസരിച്ച് തന്നെ നമുക്ക് 1% താഴെ നീതി ആയോഗിൻ്റെ എങ്ങനെ കാണാം? അവരൊരു ആളിൻ്റെ ലെവലിലുള്ള ഒരു എസ്റ്റിമേറ്റല്ലേ എടുത്തിട്ടുള്ളൂ. എന്തെങ്കിലും അവർ പുതിയൊരു ഇൻഡെക്സ് ഉണ്ടാക്കി ഇതാണെന്ന് പറയുന്നത്. അല്ല, നീതി ആയോഗ് ഇന്നതാണ് ഒരു മാനദണ്ഡം, അതനുസരിച്ച് നിങ്ങൾ പോകണമെന്നങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാദം എന്ന് പറയുന്നത്, നമ്മൾ 100% സാക്ഷരത, സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിക്കുമ്പോൾ 100% എന്നല്ലല്ലോ പറയുക. 1% താഴെ മാത്രം ദരിദ്രരുള്ള സംസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്കത് അവകാശപ്പെടുന്നതിൽ ധാർമ്മികമായ പ്രശ്നമൊന്നുമില്ലല്ലോ. ശരി. അതായത് നീതി ആയോഗ് ഇപ്പോൾ മൾട്ടി ഡയമെൻഷണൽ പാവർട്ടി എന്നോ അല്ലെങ്കിൽ പുതിയൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കി അതനുസരിച്ച് അതെല്ലാം വെച്ചാൽ എത്രത്തോളം ഇങ്ങനെ കുറയും കൂടും എന്നൊക്കെ പറയും. പക്ഷേ അത് നമ്മുടെ പിന്നിലുള്ള കണക്കെന്താണ്? ഈ പ്ലാനിംഗ് ബോർഡിൻ്റെ കണക്കാണ്. ഇതിൽ മാറ്റം വന്നില്ലല്ലോ. അപ്പോൾ അവർ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അനുസരിച്ചുള്ള രീതിയിൽ അവർ കണക്കാക്കി ഇത് ഇത്രയും പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ 24 ലക്ഷം പേര് ഈ കണക്കനുസരിച്ച് നമ്മൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്, അല്ലെങ്കിൽ ഏറ്റവും ഈ അക്യൂട്ട് പോവർട്ടിയിലുള്ളതാണ്. അത് സർക്കാർ ഇത് പറയുന്നു. ഒരു പക്ഷേ ഈ നമ്മുടെ പിന്നീട് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരോ ബാക്കിയുള്ളവരോ ഇത് കണ്ടിട്ടില്ല, അവർക്ക് ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് വായിച്ചോ? അവർ വായിച്ചിട്ടുണ്ടെങ്കിൽ അവരിത് പറയൂ.